അപ്പോൾ നമ്മൾ റേഡിയൽ പാർട്ടിൻ്റെ ഈ ഡിറൈവ് ചെയ്ത് വെച്ച സൊല്യൂഷന് സോൾവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. ഈ സൊല്യൂഷന് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് സോൾവ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബെസൽസ് ഫംഗ്ഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ വി ഗെറ്റ് ടു സൊല്യൂഷൻസ്. ഈ റേഡിയൽ ഫംഗ്ഷൻ്റെ സൊല്യൂഷനെ നമുക്ക് ഈ ഫോമിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബെസൽസ് ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കൺവേർട്ട് ചെയ്യും. അന്നേരം നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. It is difficult to solve this differential equation. Thus, it is converted to Bessel's function. By substitution. Then we get two solutions. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫസ്റ്റ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ് അറ്റ് ഒറിജിൻ. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ പ്ലെയിൻ വേവ്. ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് പ്ലെയിൻ വേവ്. പ്ലെയിൻ വേവ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആവും. അപ്പോൾ നമ്മൾ റേഡിയൽ പാർട്ടിൻ്റെ സൊല്യൂഷൻ കിട്ടി. അത് ഈ ഫോമിൽ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ബെസൽസ് ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അതിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ് അറ്റ് ഒറിജിൻ. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ പ്ലെയിൻ വേവ്. ഈ സൊല്യൂഷൻ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ് അറ്റ് ഒറിജിൻ. സെക്കൻഡ് സൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ it is finite. It is a finite solution at origin. It is finite at origin. It produces plane waves. It is represented in terms of spherical Bessel function. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ്. സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈനൈറ്റ് അറ്റ് ഒറിജിൻ. ഇറ്റ് പ്രൊഡ്യൂസസ് പ്ലെയിൻ വേവ്സ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് സ്പെറിക്കൽ ബെസൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ സെക്കൻഡ് സൊല്യൂഷനാണ് നമുക്ക് യൂസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. ദസ് ദ സെക്കൻഡ് സൊല്യൂഷൻ ഇൻ സ്പെറിക്കൽ ബെസൽ ഫോം. ദസ് ദ സൊല്യൂഷൻ ഇൻ ബെസൽ spherical Bessel form is given by RL of R equal to IL root of 4 pi 2L plus 1 JL of KR. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സൊല്യൂഷനാണ് നമുക്ക് സ്പെറിക്കൽ ബെസൽ ഫംഗ്ഷൻ തരുന്നത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് RL of R is equal to I raised to L root of 4 pi 2L plus 1 into JL K of R. ഇനി
ഇതിൻ്റെ ഫോം ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എടുത്തു കഴിഞ്ഞാൽ ദ അസിംപ്റ്റോട്ടിക് ഫോം ഓഫ് ബെസൽ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ JL. ദ അസിംപ്റ്റോട്ടിക് JL of KR where R tends to infinity is given by sin KR minus L pi by 2 divided by KR. ഇതാണ് ഈ ബെസൽ ഫംഗ്ഷൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് പറയുന്നത്. അതായത് RLൻ്റെ അകത്ത് JL എന്ന് പറയുന്ന ഒരു ടേം JL എന്ന് പറയുന്ന ടേമിൻ്റെ ഫോമിലാണ് എഴുതിയത് RL. അപ്പോൾ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് പറയുമ്പോൾ ആ JL എന്ന് പറയുന്നത് സൈൻ KRൻ്റെ ഫോമിലാണ്. ഇതിന് കോംപ്ലക്സ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2i KR e റൈസ് ടു ഇത് IKR e റൈസ് ടു I of KR minus L pi by 2 minus e റൈസ് ടു minus I KR minus L pi by 2. ഇനി ഇവിടെ JL of KRൽ നമ്മൾക്ക് എല്ലിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വെൻ L ഈസ് ഈക്വൽ ടു 0, എല്ലിൻ്റെ വാല്യൂ 0 ആയി കഴിയുമ്പോൾ നമുക്ക് എസ് വേവ് സ്കാറ്ററിംഗ് ആണ് കിട്ടുന്നത്. അതായത് ആംഗുലാർ മൊമെൻറ്റ് ക്വാണ്ടം നമ്പേഴ്സിൽ പ്രിൻസിപ്പൽ ആംഗുലാർ മൊമെൻറ്റം എല്ലിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ അവിടെ അത് എസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എസ് വേവ് സ്കാറ്ററിംഗ് ആണ് കിട്ടുന്നത്. വെൻ L ഈസ് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൾ അല്ല, ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ L 0 ആയി കഴിയുമ്പോഴത്തേനും ഇറ്റ് ഈസ് എ എസ് വേവ് സ്കാറ്ററിംഗ്. അപ്പോൾ നമുക്ക് J0 എന്ന് പറയുന്നത് സൈൻ, ഇവിടെ L 0 ആയിപ്പോയി, സൈൻ KR ബൈ KR എന്ന് കിട്ടും. ഇനി എല്ലിൻ്റെ വാല്യൂ 1 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പി വേവ് സ്കാറ്ററിംഗ്. അപ്പോൾ J1 എന്ന് പറയുന്നത് സൈൻ KR ബൈ KR മൈനസ് കോസ് KR ബൈ KR എന്ന് വരും. ഇത്രയാണ് റേഡിയൽ ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാർഷ്യൽ വേവ് അനാലിസിസിൽ ഫേസ് ഷിഫ്റ്റ് അനലൈസ് ചെയ്യണം. അപ്പോൾ സ്കാറ്ററിങ് സെൻറ്റർ ഇല്ലാത്ത കേസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടിൻ്റെ ഒരു ഫോമാണ്, ആറും വൈയും, റേഡിയലും സ്പെറിക്കലും. റേഡിയൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും റേഡിയലിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. പക്ഷേ ആ സൊല്യൂഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ ബെസൽ ഫോമിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് JLൻ്റെ ടേംസിൽ കിട്ടി. ഇനി JLൻ്റെ ഫോം എന്ന് പറയുന്നത് സൈനിൻ്റെ ടേംസിലാണ്. അതിന് നമ്മൾ Lന് 0ഉം 1ഉം വാല്യൂ കൊടുത്തു. ഇത്രയാണ് റേഡിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി സ്പിറിക്കൽ പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈയുടെ ടേംസ്. Now the spherical harmonic solution in Legendre form is given by YL of theta. നമുക്ക് റേഡിയൽ പാർട്ട് നമുക്ക് ബെസൽ ഫംഗ്ഷനിലാണ് കിട്ടിയത്. സ്പിറിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ലെജൻഡർ ഹാർമോണിക്കിൻ്റെ ഫോമിലാണ്. അപ്പം അതെന്ന് പറയുന്നത് YL of theta ഈസ് ഈക്വൽ ടു 2L plus 1 divided by 4 pi into PL cos theta. ഇവിടെ PL cos theta എന്ന് പറയുന്നതാണ് നമുക്ക്
Legendre polynomial. PL cos theta is the Legendre polynomial. അപ്പോൾ റേഡിയൽ പാർട്ട് നമുക്ക് നേരത്തെ കിട്ടി. ഇനി സ്പെറിക്കൽ ഹാർമോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലെജൻഡർ ഫോമിലാണ് വരുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ YL of theta is equal to root of 2L plus 1 divided by 4 pi into PL cos theta. PL cos theta ആണ് ലെജൻഡർ ഫോം. റേഡിയൽ പാർട്ട് എങ്ങനെയായിരുന്നു കിട്ടിയത്? റേഡിയൽ പാർട്ട് നമുക്ക് കിട്ടിയത് JL എന്ന് പറയുന്നത് സൈൻ KR മൈനസ് L π/2/KR. ഇവിടെ നമുക്ക് കിട്ടിയത് YL എന്ന് പറയുന്നത് 2L plus 1 divided by 4 pi into PL cos theta. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പോലെ എല്ലിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വെൻ L is equal to 0, ഈ PL cos thetaയിൽ എല്ലിന് 0 കൊടുത്തു കഴിഞ്ഞാൽ P0 cos theta എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. ഇനി വെൻ ഇത് S വേവ് സ്കാറ്ററിംഗ് ആണ്. When L is equal to 1, P1 cos theta is equal to cos theta. When L is equal to 2, P2 cos theta is equal to 1/2 3 cos square theta minus 1. L 0 ആയി കഴിയുമ്പോൾ P0 cos theta എന്ന് പറയുന്നത് 1 കിട്ടും. L 1 ആയി കഴിയുമ്പോഴത്തേനും P1 cos theta എന്ന് പറയുന്നത് cos theta ആയിട്ട് കിട്ടും. L 2 ആയി കഴിയുമ്പോൾ P2 cos theta എന്ന് പറയുന്നത് 1/2 3 cos square theta minus 1 ആയിട്ട് വരും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തത് സ്കാറ്ററിംഗ് സെൻറ്റർ ആബ്സെൻ്റ് ആയ കേസിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കാറ്ററിംഗ് സെൻറ്റർ പ്രസൻ്റ് ആയ കേസിലാണ്. എന്നിട്ട് അത് രണ്ടും കൂടി നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഫേസ് ഷിഫ്റ്റ് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇൻ പ്രസൻസ് ഓഫ്, അപ്പോൾ നേരത്തെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇൻ ആബ്സെൻസ് ഓഫ് സ്കാറ്ററിംഗ് സെൻറ്റർ. ഇനി നോക്കാൻ പോകുന്നത് ഇൻ പ്രസൻസ് ഓഫ് സ്കാറ്ററിംഗ് സെൻറ്റർ. ഇൻ പ്രസൻസ് ഓഫ് സ്കാറ്ററിംഗ് സെൻറ്റർ we have psi of r is equal to u of r divided by r. എന്താണെന്ന് വെച്ചാൽ സ്കാറ്ററിംഗ് സെൻറ്റർ ആബ്സെൻ്റ് ആയ കേസിലോ അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയപ്പോഴത്തേനും അത് സൈയുടെ ടേംസിലാണ്, സൈ എന്ന വേവ് ഫംഗ്ഷൻ്റെ ടേംസിലാണ് പറഞ്ഞത്. പക്ഷേ സ്കാറ്ററിംഗ് സെൻറ്റർ പ്രസൻ്റ് ആയിട്ടുള്ള കേസിൽ നമ്മളൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവരുവാണ്. In presence of scattering center, let psi changes to u of r by r. ഇപ്പോൾ psi നേരത്തെ psi മാത്രമേ ഉള്ളായിരുന്നു. psi is equal to u ഒന്നുമല്ല നമ്മളെടുത്തത്, psi is equal to u by r എന്ന രീതിയിലോട്ട് വേവ് ഫംഗ്ഷനെ മോഡിഫൈ ചെയ്തു. എന്നിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദെൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ d square ul of r divided by dr square plus m by h cut square into e minus v of r. ഇത്രയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഫോമിൽ തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ എം ബൈ എച്ച് കട്ട് സ്ക്വയർ, ഡെൽ സ്ക്വയർ എം ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി ഓഫ് ആർ ഇത്രയും സെയിം തന്നെയാണ്. ഇനി വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ യു ബൈ ആറിലോട്ട് മാറ്റിയപ്പോൾ ഉള്ള വ്യത്യാസം എൽ ഇൻറ്റു എൽ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു യു എൽ ഓഫ് ആർ ഈക്വൽ ടു 0. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈ ഫോമിലോട്ട് ചേഞ്ച് ആവും. അതായത് മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ബൈ ആർ സ്ക്വയർ എന്ന ടേം അഡീഷണൽ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻറ്റു യു എൽ ഓഫ് ആർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇവിടെ ദ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ദ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ. എല്ലാ കേസിലും നമ്മൾ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എടുത്തായിരുന്നു.
ഇവിടെ നമ്മൾ JL-ൻ്റെ കേസിൽ റേഡിയൽ പാർട്ടിൽ നമ്മളൊരു അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എടുത്ത് അത് കഴിഞ്ഞ് ഇവിടെ പ്രസൻസ് ഓഫ് സ്കാറ്ററിംഗ് സെൻറ്ററിൽ ഒരു അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ വരുന്നുണ്ട്. അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എപ്പോഴൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ പ്ലസ് ഒരു ടേം അഡീഷണലായിട്ട് ഒരു ടേം വരുമ്പോൾ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ പ്ലസ് ഒരു ടേം വന്നപ്പോൾ JL വരുമ്പോഴും സ്ഥലത്തെല്ലാം അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ UL ഓഫ് R ഈസ് ഈക്വൽ ടു C1 sin K ഓഫ് R മൈനസ് L പൈ ബൈ 2 പ്ലസ് del L. C1 sin K of R മൈനസ് L പൈ ബൈ 2 പ്ലസ് del of R. ഇവിടെ del L എന്ന് പറയുന്നതാണ് ഫേസ് ഷിഫ്റ്റ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഫ്രം ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ, വെയർ del L ഈസ് ദി ഫേസ് ഷിഫ്റ്റ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഫ്രം ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ, ഡ്യൂ ടു scattering from nuclear potential. അപ്പോൾ നമുക്ക് ഫേസ് ഷിഫ്റ്റ് കിട്ടി. del L ആണ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ f of theta is equal to 1 by k sigma L e raised to I dl sin dl 2l plus 1 pl cos theta. ഇതാണ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സ്റ്റെപ്സ് അടുത്തതുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത പോലെ വരും. അതായത് ഇപ്പോൾ ഇവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ അബ്രപ്റ്റായിട്ട് അങ്ങ് എഴുതിയതാണ്. d² m/h² e മൈനസ് v ഓഫ് r അതുവരെ അറിയാം അത് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. പക്ഷേ ഈ ബാക്കി വന്ന ടൈം എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പറയാനായിട്ടില്ല. L/L+1/r² എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാനായിട്ടില്ല. അതൊരു പ്രശ്നമാണ് ഈ ഒരു ഡെറിവേഷൻ ചെയ്യുമ്പോഴത്തേനും. പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു റീജിയണിൽ കവർ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ് ഈ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഇതിനു മുമ്പ് വന്നപ്പോഴും നമ്മൾ നേരെ ഇക്വേഷൻ പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളായിരുന്നു. കൂടുതലായിട്ട് അത് അറിയണമെന്നുള്ളവർ ന്യൂക്ലിയർ ഫിസിക്സ് DC തയാൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണും. യൂട്യൂബിൽ 1-2 ടീച്ചേഴ്സ്, ഹിന്ദി ടീച്ചേഴ്സ് അതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ലെങ്തിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ല എക്സാമിന് എഴുതാനും കുറച്ച് പാടാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയിൻ്റ് എഴുതി പോകാൻ പാകത്തിനാണ് ഇങ്ങനെ ഫ്രെയിം ചെയ്തേക്കുന്നത്. 2 സ്കാറ്ററിംഗ് സെൻറ്റർ ഉള്ളതും ഇല്ലാത്തതും കേസ് എടുത്ത് ഉള്ളതിൽ നമുക്ക് പിന്നെയും പറയാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ ഇക്വേഷൻസാണ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിൽക്കും. പക്ഷേ ഈ സ്കാറ്ററിംഗ് സെൻറ്റർ ഇല്ലാത്ത കേസിൽ കുറച്ച് ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കേസസിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ മെമ്മറൈസ് ചെയ്ത് വെക്കാനാണ് തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മൈനസ് L/L+1/r². ഓക്കെ, ഇന്ന അത് കഴിഞ്ഞ് u of r UL ഇട്ടില്ലേലും പോട്ടെ, ഇപ്പോൾ സൈക്ക് U ഒന്ന് അങ്ങനെ എഴുതി പോകാനേ നമുക്കിവിടെ ഒരു നിർവാഹമുള്ളൂ. പിന്നെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ അതും കാണാതെ പഠിക്കണം. സൈനിൻ്റെ KR ഓൾറെഡി ഉണ്ട്, L ഇതിൻ്റെ കൂടെ വരും, പ്ലസ് ഫേസ് ഷിഫ്റ്റ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതങ്ങനെ ഓർത്ത് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. UL of R is equal to C1 sin KR മൈനസ് L/2 പ്ലസ് ഫേസ് ഷിഫ്റ്റ്. അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ബട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് ഇതുകൂടി എഴുതിയാൽ അത്രയും നല്ലതായിരിക്കും. സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ f of theta is equal to 1 by k e raised to I del L sin del L into 2l plus 1 pl cos theta. അപ്പോൾ ഇത്രയാണ് ഫേസ് ഷിഫ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് ഷിഫ്റ്റ് അനാലിസിസിൽ എന്തൊക്കെ ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ
നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നോർമലി പറഞ്ഞു, അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു. സ്കാറ്ററിംഗ് സെൻറ്റർ ആബ്സെൻ്റ് ആകുമ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യും. അതിൻ്റെ സൊല്യൂഷന് 2 പാർട്ടുണ്ട്. റേഡിയൽ ഇക്വേഷൻ ആദ്യം നമ്മൾ പറയണം. റേഡിയൽ ഇക്വേഷൻ്റെ ഫോം നമ്മൾ പറഞ്ഞു, പക്ഷെ അത് സോൾവ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ബെസൽ ഫംഗ്ഷൻ എടുത്തു. ബെസൽ ഫംഗ്ഷനിൽ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് പറയുന്നത് ജെയിലിൻ്റെ ടൈംസിൽ വരും. അത് സൈൻ്റെ ടൈംസിലാണ് അതിനെ കോംപ്ലക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ജെയ്ക്ക് വാല്യൂസ് നമ്മൾ കൊടുത്ത്. സ്പെറിക്കലിൽ YL വരും 2l+1/4π PL cos θ. YLന് വാല്യൂസ് കൊടുത്തു. ഇനി സ്കാറ്ററിംഗ് സെൻറ്റർ പ്രസൻ്റ് ആയ കേസിൽ സൈ എന്ന് പറയുന്നത് UFR ആയിട്ട് മാറും. അവിടെ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതണം, അതിൻ്റെ അസിംപ്റ്റോട്ടിക് സൊല്യൂഷൻ എഴുതണം. ഡെൽ എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എഴുതി. ഇത്രയാണ് ഫേസ് ഷിഫ്റ്റ് അനാലിസിസിൽ വരുന്നത്. ഇനിയുള്ള ഇപ്പോൾ ഒരു ടോപ്പിക് കൂടി ഇവിടെ കഴിഞ്ഞു. ഇനി വരുന്നത് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് നമ്മൾ കടന്നു. സ്കാറ്ററിംഗ് ലെങ്ത്. സ്കാറ്ററിംഗ് ലെങ്ത് അല്ല, ആദ്യം സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഇക്വേഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എടുത്തായിരുന്നു. ഡി സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഈസ് given by d sigma is equal to f of theta square d omega. d sigma is equal to f of theta നമ്മൾ ഈ എഴുതിയതിൽ നിന്ന് എടുക്കണം 1/k sigma l equal to 0 to infinity e raised to I del l sin del L 2l+1 PL cos θ. f θ സ്ക്വയർ ആണ് d omega. ഇനി ഇത് ഓൺ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് the total scattering cross section is given by sigma is equal to integral d sigma is equal to ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4π/k² sigma l is equal to 0 to infinity 2l+1 sin square del l. ഇനി മാക്സിമം ക്രോസ് സെക്ഷൻ വരുന്ന കേസിൽ ഫോർ മാക്സിമം ക്രോസ് സെക്ഷൻ ഡെൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n+12 × π ആയിരിക്കും. ഇനി ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർഷ്യൽ ക്രോസ് സെക്ഷൻസിൻ്റെ സമ്മാണ്. ടോട്ടൽ ക്രോസ് സെക്ഷൻ ഈസ് ദി സം ഓഫ് പാർഷ്യൽ ക്രോസ് സെക്ഷൻ. ഈ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ നമ്മളിപ്പോഴും എഴുതിയിട്ടില്ല. ദ total scattering cross section is sum of partial cross sections. അതായത് പാർഷ്യൽ ക്രോസ് സെക്ഷൻ എല്ല് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പാർഷ്യൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സിഗ്മ എല്ല് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π λ². 4π/k² 4π λ² എന്ന് മാറ്റിയത്
into 2l plus 1 sine square del L. അപ്പോൾ ഇതാണ് പാർഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സ്കാറ്റേർഡ് ക്രോസ് സെക്ഷൻ ഈസ് ഗിവൺ ബൈ the scattered cross section is given by sigma SC is equal to 4 pi lambda square sin square delta L. അതായത് 2l plus 1 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ആൻഡ് ദ സ്കാറ്റേർഡ് ക്രോസ് സെക്ഷൻ ഈസ് ഗിവൺ ബൈ സിഗ്മ എസ് സി ഈസ് ഈക്വൽ ടു 4 പൈ ലാംഡ സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ എൽ. ഇതാണ് സ്കാറ്റേർഡ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫൈനൽ ഫോർമുല പറയാനായിട്ടാണെങ്കിൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ദ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ psi sc is equal to e raised to I kr divided by 2I kr into e raised to 2I delta 0 minus 1. ഇവിടെ psi sc എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു e raised to I delta 0 പുറത്തെടുത്ത് കഴിഞ്ഞാൽ e raised to I kr divided by 2I kr into e raised to I delta 0 കോമൺ എടുത്തു കഴിഞ്ഞാൽ e raised to I delta 0 minus e raised to minus I delta 0. ഇതെന്ന് പറയുന്നത് സൈൻ ഡെൽറ്റ 0 ആണ്. e raised to I delta 0 minus e raised to I delta 0 by minus 2y എന്ന് പറയുന്നത് സൈൻ ഡെൽറ്റ 0. അപ്പോൾ e raised to I kr divided by kr into e raised to I delta 0 into സൈൻ ഡെൽറ്റ 0. ഇനി നമുക്ക് സൈ സ്കാറ്റേർഡിന് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. സൈ സ്കാറ്റേർഡ് തുടക്കത്തിൽ നമ്മൾ എഴുതിയൊരു ഇക്വേഷൻ ഐ കെ ആർ ഡിവൈഡഡ് ബൈ കെ ആർ എഫ് ഓഫ് തീറ്റ. അപ്പോൾ അതും ഇതും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ ഡെൽറ്റ 0 സൈൻ ഡെൽറ്റ ഡിവൈഡഡ് ബൈ കെ. ഇതാണ് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത്, സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ്, വിച്ച് ഈസ് ദി സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ്. ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരു ടോപ്പിക് കൂടി നോക്കാം. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനായിട്ട്, ഫോർ ലോ എനർജി ന്യൂട്രോൺ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ബിക്കംസ് ലാർജർ ദാൻ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ആർ നോട്ട് എവിഡൻറ്റ് അറ്റ് ലോ എനർജി. ഒരു ഡ്രോബാക്ക് ആണ് പറയുന്നത്. നമ്മൾ ഈ പാർഷ്യൽ വേവ് അനാലിസിസ് അറ്റ് ലോ എനർജിയാണ് പറയുന്നത്, കാരണം ന്യൂട്രോൺ ബീമിൻ്റെ എനർജി വളരെ ലോ ആണ്. അപ്പോൾ അങ്ങനെ ലോ എനർജി ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. ഫോർ ലോ എനർജി ന്യൂട്രോൺ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ബിക്കംസ് ലാർജർ ദാൻ ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സിനേലും ലാർജർ ആയിട്ട് മാറും ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്.
എനർജി ഓഫ് ന്യൂട്രോൺ കുറഞ്ഞു കഴിയുമ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സിനെങ്കിലും ലാർജർ ആവും. ഹെൻസ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ആർ നോട്ട് എവിഡൻറ്റ് അറ്റ് ലോ എനർജി. നമ്മളിതെല്ലാം ചെയ്യുന്നത് തന്നെ, ഈ ന്യൂട്രോൺ പ്രോട്ടോൺ സ്കാറ്ററിങ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂക്ലിയർ പൊട്ടൻഷ്യലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ലോ എനർജിയുടെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ആർ നോട്ട് എവിഡൻറ്റ്. അപ്പോൾ ഫോർ ലോ എനർജി ന്യൂട്രോൺ അപ്പോൾ ഇവിടെ ഫോർ ലോ എനർജി ന്യൂട്രോൺ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ബിക്കംസ് ലാർജർ ദാൻ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ആർ നോട്ട് എവിഡൻറ്റ് അറ്റ് ലോ എനർജി. For low energy neutron, de Broglie wavelength is greater than nuclear force and details of nuclear potential are not evident at low energy. ഇനി നമ്മൾ തേർഡ് ടോപ്പിക്കിലോട്ട് കടക്കുവാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് ഷിഫ്റ്റ് അനാലിസിസും പിന്നെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷനും പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് സ്കാറ്ററിങ് ലെങ്ത്. തേർഡ് പോർഷൻ സ്കാറ്ററിങ് ലെങ്ത്. Fermi and Marshall introduced a very useful concept called scattering length for discussion of nuclear scattering at very low incident energy. Fermi and Marshall introduced a very useful concept called scattering length for discussion of nuclear scattering. At a very low incident energy. Fermi and Marshall introduced a very useful concept called scattering length for discussion of nuclear scattering at a very low incident energy. ഫെർമിയും മാർഷാളും കൂടിയാണ് ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സ്കാറ്ററിങ് ലെങ്ത് എന്ന് പറയുന്നത്. എന്തിനാണ്? ന്യൂക്ലിയർ സ്കാറ്ററിങ് അറ്റ് ലോ എനർജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ നിന്ന് സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ scattering amplitude is given by f of theta is equal to e raised to I delta 0 sin delta 0 divided by k. For very low energy k എന്ന് പറയുന്നത് റൂട്ട് ഓഫ് me by h കട്ട്. ഇനി ഇവിടെ എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ സിഗ്മയും ഫൈനൈറ്റ് ആവും. എഫ് ഓഫ് തീറ്റ ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ സിഗ്മയും ഫൈനൈറ്റ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത്, സൈൻ തീറ്റ എന്നല്ല, സൈൻ ഡെൽറ്റ 0 എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 0 ഓർ പൈ ആയിരിക്കണം. അതായത് സൈൻ തീറ്റയുടെ വാല്യൂ വളരെ സ്മോൾ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും സൈൻ ഡെൽ 0 എന്ന് പറയുന്നത്, തീറ്റ അല്ല ഡെൽ 0 എന്ന് പറയുന്നത് ഡെൽ 0 ആയിട്ട് തന്നെ വരും. സൈൻ തീറ്റയുടെ വാല്യൂ വളരെ സ്മോൾ ആയി കഴിയുമ്പോഴത്തേനും സൈൻ ഡെൽറ്റ 0 എന്ന് പറയുന്നത് ഡെൽറ്റ 0 തന്നെയായിട്ട് വരും. ദാറ്റ് ഈസ് ദെൻ ഇവിടെ എഫ് ഓഫ് തീറ്റ 0 ആയി കഴിയുമ്പോഴത്തേനും ലിമിറ്റ് delta 0 tends to 0 e raised to I delta 0 sin delta 0 by k equal to delta 0, ഇത് e raised to 0 1 delta 0 by
കെ, അതായത് F0 എന്ന് പറയുന്നത് -a. ഇവിടെ ഹിയർ a is the scattering length for low energy neutron. Here a is the scattering length. A എന്ന് പറയുന്ന ടൈമാണ് സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഫോർ ലോ എനർജി ന്യൂട്രോൺ റേഡിയൽ പാർട്ട് ഓഫ് സൊല്യൂഷൻ U(r) എന്ന് പറയുന്നതിന് നമുക്കൊരു ഫോം കിട്ടും. ഫോർ ലോ എനർജി ഓഫ് ന്യൂട്രോൺ, for low energy of neutron, radial part of the solution, the radial part of solution becomes U(r) is equal to C sin k r minus a. അതായത് സ്കാറ്ററിംഗ് ലെങ്തും U(r) തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് ഇത്. നമ്മൾ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടൊരു ഗ്രാഫ് ഉണ്ട്, സ്കാറ്ററിംഗ് ലെങ്തിൻ്റെ 2 ഗ്രാഫ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോർ U(r) ആൻഡ് സ്കാറ്ററിംഗ് ലെങ്ത് ഈസ് അറ്റ് R ഇൻ്റർസെപ്റ്റ്. എന്താണെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ഈ U(r)ൻ്റെ ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ represents straight line for U(r) and scattering length is at R intercept, and scattering length is at R intercept. ഇനി നമ്മളിവിടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്രോക്കൺ ആയിട്ട് വരയ്ക്കാം. ഇതൊരു ഗ്രാഫ്, ഇത് U(r). ഇത് ഈ 2 ഗ്രാഫ്, ഇതിപ്പോൾ 2 നമുക്ക് കിട്ടിയത് ഫോർ ലോ എനർജി ന്യൂട്രോൺ ദ റേഡിയൽ പാർട്ട് U(r) ഈസ് ഈക്വൽ ടു C sin k ഓഫ് R മൈനസ് എ, C sin k R മൈനസ് എ. അത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് 2 ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബൗണ്ട് സ്റ്റേറ്റിൻ്റെ ഗ്രാഫാണ്, ഇത് അൺബൗണ്ട് സ്റ്റേറ്റിൻ്റെ ആണ്. ഇത് ബൗണ്ട് സ്റ്റേറ്റിൻ്റെ ഗ്രാഫാണ്, ഇത് അൺബൗണ്ട് സ്റ്റേറ്റാണ്. ഇനി ബൗണ്ട് സ്റ്റേറ്റിൽ സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ബൗണ്ട് സ്റ്റേറ്റ്, ഇൻ ബൗണ്ട് സ്റ്റേറ്റ് സ്കാറ്ററിംഗ് ലെങ്ത് ഈസ് പോസിറ്റീവ്. അൺബൗണ്ട് സ്റ്റേറ്റിൽ നെഗറ്റീവാണ് സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഈസ് ഗിവൺ ബൈ, now the scattering cross section is given by
സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ എന്ന് പറയുന്നത് സിഗ്മ എസ് സി ഈസ് ഈക്വൽ ടു 4 എഫ് തീറ്റ സ്ക്വയർ ആണ്. ഇവിടെ എഫ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടിയത്? മൈനസ് എ. അപ്പോൾ എഫ് തീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് 4 എ സ്ക്വയർ. സിഗ്മ എസ് സി എന്ന് പറയുന്നത് 4 എ സ്ക്വയർ കിട്ടി. സ്കാറ്ററിങ് ലെങ്തിൻ്റെ ടൈംസിൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ച് ദിസ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഓഫ് ഹാർഡ് സ്ഫിയർ ഓഫ് റേഡിയസ് എ. ഈ ഇക്വേഷൻ, ഈ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് സിമിലർ ആണ്? ദിസ് ഈസ് സിമിലർ ഓർ ഐഡൻറ്റിക്കൽ വിത്ത് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഫോർ ഹാർഡ് സ്ഫിയർ ഓഫ് റേഡിയസ് എ. അപ്പോൾ ഇവിടെ മെഷർ ഓഫ് സിഗ്മ എസ്, സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടും. ദ മെഷർ ഓഫ് സിഗ്മ എസ് സി സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ, ദ മെഷർ ഓഫ് സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഗീവ്സ് എ. ഇത്രയാണ് നമുക്ക് സ്കാറ്ററിങ് ക്രോസ് സെക്ഷനെ കുറിച്ചും സ്കാറ്ററിങ് ലെങ്തിനെ കുറിച്ചും പറയാനായിട്ടുള്ളത്.